മൂന്നാർ ടൗണിലെ കാഴ്ചകളിലേക്ക് ട്രാവൽ വിഷൻ മീഡിയയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ടൗണിനുള്ളിലാണ്. മൂന്നാറിനെ കുറിച്ച് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ്. തേയിലച്ചെടികളാൽ വലം ചുറ്റി 3 നദികളുടെ സംഗമസ്ഥാനമായി വർത്തിക്കുന്ന മൂന്നാർ ആ പേര് വരാൻ തന്നെ കാരണം മുതിരപ്പുഴ, നല്ല തണ്ണി, കുണ്ടള എന്നീ 3 നദികളുടെ സംഗമസ്ഥാനം ആയതുകൊണ്ടാണ്. ഇത് മൂന്നാറിലെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഉള്ള ബസ്സുകൾ ലഭ്യമാണ്. ഈ ഭാഗത്തു നിന്നുമാണ് നമുക്ക് വട്ടവട, ടോപ്പ് സ്റ്റേഷൻ, മാട്ടുപ്പെട്ടി എന്നീ ഭാഗങ്ങളിലേക്കുള്ള ബസ് ലഭിക്കുന്നത്. ഇത് ചായ ബസാറിൻ്റെ ഭാഗമാണ്. ആ ചായ ബസാറിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഗാർഡനും അതിനോട് ഒപ്പം ഒഴുകി നീങ്ങുന്ന നല്ല തണ്ണി റിവറും കാണാം. അപ്പം അങ്ങനെ രാവിലെ പ്രഭാതത്തിൽ നമ്മൾ ചെറിയ തണുപ്പേറ്റ് ചെറിയ ചാറ്റമഴയിൽ ഇങ്ങനെ ഈ ടൗണിലൂടെ നടന്നപ്പോൾ കണ്ട ദൃശ്യങ്ങളാണ്. കോടമഞ്ഞ് മൂടി നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ചെറിയ ഒരു ഗാർഡനും അതിനുള്ളിൽ ഇറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാട്ടുപോത്തിൻ്റെയും ആനയുടെയും പ്രതിമയും കാണാം. ഈ ബോർഡിരിക്കുന്ന ഭാഗത്തൂടെയാണ് നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് യാത്ര ചെയ്യുന്നത്. ഗ്യാപ്പ് റോഡെന്നാൽ നമുക്കറിയാം, ഇരുഭാഗത്തും തേയിലച്ചെടികൾ മൂടിയ മലനിരകളുടെ മനോഹര ദൃശ്യം ഉൾക്കൊള്ളുന്നതാണ് ഗ്യാപ്പ് റോഡ്. ഈ ഗ്യാപ്പ് റോഡിലുള്ള യാത്ര വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇത് മൂന്നാർ ഒരു ടൗൺ ആണെങ്കിലും ഈ ടൗണിനെയും ചുറ്റിപ്പറ്റി തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളിലെ കോടമഞ്ഞ് വന്ന് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അതീവ ഹൃദ്യമാണ്. അങ്ങനെ ഈ ടൗണിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് രാവിലെ ഈ ടൗണിലൂടെ ഇറങ്ങി നടന്നു. മനോഹരമായ കാഴ്ചകൾ. പണ്ട് മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുവാൻ വേണ്ടി വന്ന തമിഴ് വംശജരുടെ തലമുറകൾ ആണ് ഇവിടെ ഇന്നത്തെ ഈ മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും നിവാസികളിൽ ഭൂരിപക്ഷവും. തമിഴാണ് പ്രധാനമായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. മൂന്നാർ ഒരു ചെറിയ പട്ടണമാണെങ്കിലും ഏതാണ്ട് മൂന്നാറിന് ചുറ്റുമുള്ള ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. മറയൂർ, മാട്ടുപ്പെട്ടി, കാന്തല്ലൂർ, വട്ടവട, അതുപോലെ ചിന്നാർ തുടങ്ങിയ ഈ പ്രദേശങ്ങൾ, അതുപോലെ ഇരവികുളം നാഷണൽ പാർക്ക്, ഈ പ്രദേശങ്ങളെല്ലാം അറിയപ്പെടുന്നത് മൂന്നാർ എന്ന പേരിൽ തന്നെയാണ്. മൂന്നാർ ഒരു അതിവിശാലമായ ഒരു തണുപ്പുള്ള കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. ഈ മൂന്നാർ ടൗണിൽ തന്നെ DTPC ഒരുക്കിയിട്ടുള്ള മനോഹരമായ ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ നിലവിലുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡിനോടനുബന്ധിച്ച് ബഡ്ജറ്റ് താമസ സൗകര്യവും ലഭ്യമാണ്. ആവശ്യമുള്ളവർ അതുകൂടി തിരക്കുക. മൂന്നാർ ടൗണിൽ നടക്കുള്ള സിൽവർ ടിപ്സ് എന്നറിയപ്പെടുന്ന ഈ ഹോട്ടലിലായിരുന്നു നമ്മൾ താമസിച്ചത്. വളരെ നല്ല പ്രീമിയം സൗകര്യമുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഒരു സിൽവർ ടിപ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സിനിമയുടെ തീം ആണ്. എല്ലാ സിനിമാ നടന്മാരുടെയും പ്രശസ്തമായ സിനിമകളുടെയും ബഹുവർണ്ണ ചിത്രങ്ങൾ റൂമിലും അതുപോലെ തന്നെ ബാൽക്കണിയിലും ലോബിയിലും എല്ലാം ആലേഖനം ചെയ്ത് വളരെ ആകർഷകമാക്കിയ ഒരു കൗതുകകരമായ കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന ഒരു ആഡംബര കപ്പലിലെ സൗകര്യങ്ങളുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു പ്രീമിയം ഹോട്ടലായിരുന്നു ഇത്. ഓരോ മുറികൾക്കും അതുപോലെ തന്നെ ഓരോ ഫ്ലോറിനും ഓരോ പ്രശസ്തമായ സിനിമകളുടെയും സിനിമാ നടന്മാരുടെയും എല്ലാം പേരുകളും ചിത്രങ്ങൾ ആലേഖനം ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒരു ആഡംബര കപ്പലിലെ സൗകര്യമുള്ള ഹോട്ടലായിട്ടാണ് തോന്നിയത്.
എന്തായാലും നമ്മൾ കൊടുക്കുന്ന പണത്തിന് മുതലായിരുന്നു ഇവിടുത്തെ താമസം. ഇതിന് ഈ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ബിയർ പാർലറും മറ്റ് ഫുഡ് കഴിക്കാനുള്ള നല്ല മോഡേൺ കിച്ചനും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പം ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ മൂന്നാർ ടൗണിനുള്ളിൽ തന്നെയുള്ള ഒരു മനോഹരമായ ഹോട്ടലാണ് ഈ സിൽവർ ടിപ്പ്. റൂംസുകളിലെല്ലാം തന്നെ വളരെ പ്രീമിയം സൗകര്യങ്ങളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. വളരെ സൗകര്യപ്രദമായ റൂമും സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടൗണിലെയും പുറത്തെയും കാഴ്ചകൾ കാണുന്നതിനുള്ള ഒരു ബാൽക്കണിയും ഉണ്ടായിരുന്നു. ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഈ ടൗണിൻ്റെ ഒരു മനോഹര ദൃശ്യം. പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന ഒരു ഫുട്ബോൾ കോർട്ടും അതിന് സൈഡിലായി ടൗണിൻ്റെ പുറകിലായി തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മലനിരകളും ഒഴുകി നീങ്ങുന്ന മഞ്ഞുമേഘങ്ങളും എല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളായിരുന്നു. വൈകുന്നേരം മഴയുണ്ടായിരുന്നതിനാൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഹോട്ടലിലെ ബാൽക്കണിയിൽ നിന്നും എടുത്ത ടൗണിൻ്റെ രാത്രികാല ദൃശ്യമാണ്. പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളില്ലാതെ എന്ത് മൂന്നാർ! സൂപ്പർ കാഴ്ചകൾ.